Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. So, നമ്മള് prayer പറഞ്ഞു കേട്ടോ. सरस्वती नमस्तुभ्यं वरदी कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. Good morning, ma'am. മ്യൂട്ടാണ് മാം, കേൾക്കണില്ല. നമ്മള് നോർമലൈസേഷനിലെയും ഡീവിയേഷനിലെയും സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? റെഡിയാണോ? റെഡിയാണ് മാം. എനിക്കൊരു യൂണിറ്റും കൂടി എടുക്കാനുണ്ട് കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഞാൻ എടുക്കേണ്ടതാണ്. നമുക്കത് എടുത്തിട്ട് സെമിനാർ എടുത്താൽ മതിയോ? മതി മാം. പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ഇപ്പൊ വൈവേ നടന്നുകൊണ്ടിരിക്കല്ലേ നിങ്ങൾക്ക്? ഒരു മിനിറ്റ് കേട്ടോ, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കട്ടെ. വൺ മിനിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞു നോക്കട്ടെ. PDF ഷെയർ ചെയ്യാൻ പറ്റില്ല. Good morning. പേജ് നമ്പർ 173 യൂണിറ്റ് 5 ഡെവലപ്മെന്റ് പ്രൊഫൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഴയൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളൂ. നമ്മുടെ പഴയ റിപ്പോർട്ട് കാർഡ് ഉണ്ടല്ലോ, കുട്ടികളുടെ റിപ്പോർട്ട് കാർഡ്, ആ റിപ്പോർട്ട് കാർഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മള് കൊണ്ടുവന്ന ഒരു എന്താ പറയുക, ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കുട്ടികളുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ഫിസിക്കൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു,
ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നോട്ട് ചെയ്യാണ് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആണെങ്കിൽ ടിക്ക് കൊടുക്കുന്നു. ആദ്യം ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ ചിലപ്പോൾ ആ ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ എങ്ങനെയാണ് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. It is difficult to give mark on how well a child can run or how many complex sentences a child can speak. നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് കുട്ടികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതേപോലെ അവർ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഇൻ ദ റിപ്പോർട്ട് കാർഡ് യു വിൽ സ്റ്റേറ്റ് ദ ഇംപ്രൂവിംഗ് സ്റ്റേജ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഓൾ ദ ഫാക്ട്സ് ഓഫ് ദ ഡെവലപ്മെന്റ്. നമുക്ക് ഈ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ വരുന്ന ഡെവലപ്മെന്റ്സിന്റെ മാറ്റങ്ങളും അവർ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദിസ് വിൽ ഹെൽപ്പ് ദ പാരന്റ് കൺഫേം വാട്ട് ദേ ഹാവ് themselves being observing and also help the parents pinpoint in which aspects their children need to more guidance through the support, assistance and environment. നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈൽ നോക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഏത് കാര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ വീക്ക് എന്ന് മനസ്സിലാക്കാനും ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ടും അസിസ്റ്റൻസും കൊടുക്കാനും നമുക്ക് പറ്റും. This type of report card of the children, അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് കാർഡിനെ തന്നെയാണ് നമ്മൾ നമ്മുടെ മെത്തേഡിലേക്ക് വരുമ്പോൾ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ റിപ്പോർട്ട് കാർഡ് നമ്മൾ പറയുന്ന പേര് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്നാണ്. നമ്മൾ സാധാരണ റിപ്പോർട്ട് കാർഡിൽ മാർക്ക് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരുടെ എബിലിറ്റീസ്, അവരുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ട് കോളംസ് ഉണ്ടാവും. ഓരോ കുട്ടിയിലും പേരും ആ ഡെവലപ്മെന്റ് ഓക്കെ ആണെങ്കിൽ ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ചിലപ്പോൾ ബിഗ് മാർക്ക് ആയിരിക്കും. നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എബിലിറ്റി ഇൻ തിങ്സ്. ഓരോ കുട്ടിയുടെയും എബിലിറ്റീസും കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇതാണ് ഡെവലപ്മെന്റ് പ്രൊഫൈലില്. ഏതൊക്കെ എബിലിറ്റീസ് ആണ് നമ്മൾ നോക്കി. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നോട്ട് ചെയ്യാറുണ്ട്. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്കറിയാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്? പ്രീ നമ്പർ സ്കിൽസ്, കുട്ടികൾക്ക് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രീ റൈറ്റിംഗ് സ്കിൽസ്, കുട്ടികൾക്ക് എഴുതാൻ അറിയോ? ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് കളർ, ഷേപ്പ് കൺസെപ്റ്റ്, നമ്മൾ കുട്ടികളിൽ ആ കളർ, ഷേപ്സ് കൺസെപ്റ്റ് ഒക്കെ കുട്ടികൾക്ക് അറിയോ എന്ന് നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മളത് റൈറ്റിംഗ് സ്കിൽ ഉണ്ടോ, നമ്പർ സ്കിൽ ഉണ്ടോ, കൗണ്ട് ചെയ്യാൻ അറിയോ, അതേപോലെ തന്നെ നമ്മുടെ കളറിംഗ് സ്കിൽ എങ്ങനെയാണ്, ഷേപ്സ്, സർക്കിള്, സ്ക്വയർ, ട്രയാങ്കിള്, ഷേപ്സ് ഒക്കെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നോട്ട് ചെയ്യും. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലിസണിങ് സ്കിൽ ഓർ ഓറൽ എക്സ്പ്രഷൻ. കുട്ടികൾക്ക് ലിസണിങ് സ്കിൽ മാത്രമാണ് ഉള്ളത്, അവർ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഓറൽ എക്സ്പ്രഷൻ, അവർ പറയാൻ സ്റ്റാർട്ട് ചെയ്തോ, സംസാരിച്ചു തുടങ്ങിയോ, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, സെന്റൻസ് ഫോം ചെയ്ത് സംസാരിക്കുന്നുണ്ടോ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. ചെറിയ കുട്ടികളാവുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അവർ കൗണ്ട് ചെയ്യുന്ന കാര്യം, റൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ, ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ആ കുട്ടിയുടെ എന്താ പറയാ ഡെവലപ്മെന്റിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതേപോലെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ സെന്റൻസ് ഫോം ചെയ്യുന്നുണ്ടോ, ഓറൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ലിസണിങ് സ്കിൽസ് അത് നമ്മൾ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷന്റെ കേസിലാണെങ്കിൽ അത് പാട്ട് പാടുന്നുണ്ടോ, സിംഗ് ചെയ്യുന്നുണ്ടോ, ഡ്രോയിങ് ചെയ്യുന്നുണ്ടോ, വരയ്ക്കുന്നുണ്ടോ, പെയിന്റ് ചെയ്യുന്നുണ്ടോ, ക്രാഫ്റ്റ്, ഡ്രാമ, റോൾ പ്ലേ, മേക്കിംഗ് അപ്പ് സ്ട്രോങ് പോയംസ് ഓർ ഗെയിംസ് ഓർ ടോയ്സ് ഒക്കെ വെച്ച് പ്ലേ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കും. ചില കുട്ടികൾ 3 years and 3.5 years മുതൽ പോയംസ് ഒക്കെ ബൈ ഹാർട്ട് കേട്ട് പഠിക്കാൻ തുടങ്ങും. മനസ്സിലാവുമ്പോൾ ഒരു പ്രാവശ്യം കേട്ട് പോയം ബൈ ഹാർട്ട് അവർ പഠിക്കും. അപ്പൊ അതെങ്ങനെയാണ് അവർ നന്നായിട്ട് സിംഗിങ് ലിസൺ ചെയ്ത് അത് മനസ്സിലാക്കി പഠിക്കും. അപ്പൊ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കും. ചില കുട്ടികൾ നന്നായിട്ട് വരയ്ക്കും. അപ്പൊ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക്, വരയ്ക്കാൻ തുടങ്ങിയ ടിക്ക്, വരച്ച് പെർഫെക്റ്റ്. ഡ്രോയിങ്ങിന്റെ കേസിലാണെങ്കിൽ ഗുഡ്, പെർഫെക്റ്റ്, അല്ലെങ്കിൽ നോർമൽ, ഗുഡ്, പെർഫെക്റ്റ്, വെരി ഗുഡ്, അങ്ങനെ. അപ്പൊ
അപ്പൊ നമ്മൾ ഏതിലാണ് നമ്മുടെ കുട്ടി പെട്ടത് ആ കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യും. ഇനി ഡ്രാമ റോൾ പ്ലേ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ടിക്ക് ചെയ്യും. ഏതാണ് ഏത് സ്റ്റേജിലാണ് നമ്മുടെ കുട്ടി ഉള്ളത് എന്ന് പാരന്റ്സിനും ടീച്ചേഴ്സിനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റ്, ഓരോ ഡെവലപ്മെന്റ് കുട്ടിയുടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ടൈമിൽ എങ്ങനെയായിരുന്നു കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഇപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി സാമ്പിൾ ഒബ്സർവേഷൻ പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് ദി ചൈൽഡ്. കുട്ടിയുടെ ഒബ്സർവേഷൻ പേജ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. കുട്ടിയുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്സർവേഷൻ പേജ് ആണ്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. വരുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ, സൗണ്ട് കുറവാണെങ്കിൽ കൂട്ടാൻ പറ്റുന്നില്ല മേഡം. അതാ കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല മാം. കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നല്ല വോയിസ് ഇല്ല. അത് കാരണം ചില വാക്കുകളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ചെയ്തേ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല വോളിയത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, സിന്ധുവിനെ അർച്ചന കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാൻ റീബൂട്ട് ചെയ്ത് നോക്കി, പക്ഷെ ഈ കേൾക്കുന്നില്ല. ആ, അതാണ് മാം. അപ്പൊ എന്റെ കുഴപ്പമില്ല. വോളിയം പറ്റുന്നില്ലേ? അതില് സ്പീക്കർ മോഡ് ഓൺ ആക്കിയാൽ മതി. എനിക്കുണ്ടേനു പ്രശ്നം. എന്തെങ്കിലാണോ ചെയ്യേണ്ടത്? അല്ല, അർച്ചനയാ ചെയ്യേണ്ടത്. എങ്ങനെയാ ഒന്നുകൂടി പറയോ? മേലെയുള്ള സ്പീക്കർ പോലത്തെ ചിഹ്നം ഇല്ലേ, മേലെയുള്ള അത് ഞെക്കിയിട്ട് സ്പീക്കർ ആക്കിയാൽ മതി. ഫോണിലായിരിക്കും ഉണ്ടാവുക. അല്ലടാ, സ്പീക്കറിൽ കിടക്കുന്നത്. അതെ, സ്പീക്കറിലാണ് മാം. വോളിയം കുറഞ്ഞിട്ടാ കേൾക്കണേ. നോക്ക്, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ അർച്ചന? ഇല്ല മാം, ആ പഴയ രീതി തന്നെ ഉള്ളൂ. നല്ല വോയിസ് ഇല്ല. എപ്പോഴും കേൾക്കുന്ന വോയിസിലല്ല കേൾക്കുന്നത്. റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ഞങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ട് മാം. റേഞ്ച് ഇഷ്യൂ ആയിരിക്കും മാം. അല്ലെങ്കിൽ എന്തോ അർച്ചന ലോഗ് ഔട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചോദ്യം ചെയ്യോ? ആ, നോക്കാം മാം. ഞാൻ റീബൂട്ട് ചെയ്ത് നോക്കിയതാണ്, പക്ഷെ പിന്നെ ഇങ്ങനെ തന്നെയാ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഫോണിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ആവുമെന്ന് കരുതിയിട്ട് മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് ഒക്കെ നല്ല വോളിയത്തിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് മാത്രമേ ഉള്ളൂ വോളിയം കുറഞ്ഞ് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ മാക്സിമം എന്റെ സൗണ്ട് എടുത്ത് പറയാൻ നോക്കാം കേട്ടോ. ഇല്ല, കുഴപ്പമില്ല മാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനി എന്താണെന്ന് അറിയില്ലല്ലോ, റേഞ്ച് ഇഷ്യൂ ആവും. കുഴപ്പമില്ല. സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? ഈ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, ഞാൻ മാക്സിമം ചെവിയുടെ എങ്ങനെ നോക്കി കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ ചെവിയുടെ അടുത്ത് വെച്ചിട്ട് കേൾക്കുമ്പോഴേ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുള്ളൂ. ആണോ? ഇവിടെ വന്നാല് നേരത്തെ നാഫില പറഞ്ഞ അതേ പ്രശ്നമായിരിക്കും മുമ്പ് എനിക്കും ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ സ്പീക്കർ ആക്കിയതിനു ശേഷം എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയത്.
എങ്ങനെയാടാ ക്ലാസ് കണ്ടിന്യൂ എങ്ങനെയാ ചെയ്ത് ഒന്നുകൂടി പറയോ? അല്ലടാ സ്പീക്കറിലാണോ ഉള്ളേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കുന്നത്. ചെക്ക് ചെയ്തടാ, ഞാൻ സ്പീക്കറിലല്ലാതെ ഞാനത് നോക്കി. ഇപ്പൊ ഞാൻ ഒന്നും കൂടി ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കയറി നോക്കാം ക്ലാസ്സിൽ. മാം ക്ലാസ് കണ്ടിന്യൂ ചെയ്തോ. റേഞ്ച് ഇഷ്യൂ ആവാൻ സാധ്യതയില്ല. ഓക്കേടാ. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അപ്പൊ സാമ്പിൾസ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ചിൽഡ്രന്റെ സാമ്പിൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ഒരു സാമ്പിൾ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. നെയിം, കുട്ടിയുടെ പേര് എഴുതാം, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഫാദർ നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, ചൈൽഡ് വെയിറ്റ്, ഹൈറ്റ്. ദെൻ നമ്മൾ നോട്ട് ചെയ്യേണ്ട നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ഈ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സാമ്പിൾ പേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ഫോർമാറ്റ് രൂപത്തിൽ പറഞ്ഞിരിക്കുന്നുള്ളൂ. നമുക്ക് നമ്മളുടേതായ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കേസിലാണെങ്കിൽ ഗുഡ്, നോർമൽ, ഗുഡ്, വെരി ഗുഡ്, പെർഫെക്റ്റ്. അതേപോലെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കേസിലാണ് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പറ്റും. അപ്പോൾ ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ മെത്തേഡിൽ പറയുമ്പോഴാണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നു. ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ നോക്കി. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് നോക്കിയിട്ടുണ്ട്. ദെൻ നമ്മള് പിന്നെ നോക്കിയത് ഒരു സാമ്പിൾ പേജ് ആണ്. നമ്മുടെ കുട്ടിയെ കുറിച്ചിട്ട് ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ഒരു സാമ്പിൾ പേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ടൈം ടേബിൾ ആണ് അല്ലെ. ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ. പേജ് നമ്പർ 174 കേട്ടോ. പാർട്ട് 4 പേജ് നമ്പർ 174 ആണ്. ടൈം ടേബിൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ട്രെയിനിങ്ങിനൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും, ടൈം ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം നല്ല എഫക്റ്റീവ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഒരു എന്താ പറയാ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ്. കാരണം നമ്മൾ ഓരോ മാസവും പുതിയ ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ചുകൾ വരുമ്പോൾ പുതിയ പുതിയ ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. കറക്റ്റ് ടൈം സ്ലോട്ട്, ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും ടൈം ടേബിൾ ഉണ്ടാവും. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ആണ് ഒരു സ്കൂളിലുള്ളത്. ക്ലാസ് ടൈം ടേബിൾ ഉണ്ടാവും, ടീച്ചേഴ്സ് ടൈം ടേബിൾ ഉണ്ടാവും, മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടാവും. ടൈം ടേബിളിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന ടൈം എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്ന ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ടൈം ടേബിൾ. The timetable is a detailed plan showing the schedule of time allocation to various subjects and activities. ഓരോ സബ്ജക്ട്സിലും ആക്ടിവിറ്റീസിലും നമ്മൾ അലോ ചെയ്തിരിക്കുന്ന ടൈമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. യൂഷ്വലി ദ ടൈം ടേബിൾ ഇസ് പ്രിപ്പയർഡ് ഫോർ വീക്ക് ടു ബി റിപ്പീറ്റഡ്. നമ്മൾ വീക്ക്ലി ഒരു വീക്കിനായിരിക്കും ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് മൺഡേ ടു ഫ്രൈഡേ ആണ് ടൈം ടേബിള്. മൺഡേ എല്ലാ സ്കൂളുകളും സംബന്ധിച്ച് അങ്ങനെയാണ്, മൺഡേ ടു ഫ്രൈഡേ. സോ ആ ടൈം വീക്കിലി പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നത് അടുത്ത നെക്സ്റ്റ് ഡേ അതിനെ റിപ്പീറ്റ് ചെയ്യാണ്. ഓൾ ദ വർക്ക് ഇൻ ദ സ്കൂൾ ഈസ് ക്യാരിഡ് ഔട്ട് സിസ്റ്റമാറ്റിക്കലി ഇൻ ട്യൂൺ വിത്ത് ദ ടൈം ടേബിൾ. നമ്മൾ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെ. വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കിംഗ് ഓഫ് ദ സ്കൂൾ ഡിപ്പെൻഡ്സ് ഓൺ സ്യൂട്ടബിൾ ടൈം ടേബിൾ. അപ്പൊ നല്ല രീതിയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഹെൻസ് ദ ടൈം ടേബിൾ ഈസ് സെറ്റ് ടു ബി സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. അതുകൊണ്ടാണ് നമ്മൾ ടൈം ടേബിൾ എന്നൊരു പേരും കൂടി പറയുന്നുണ്ട്. എന്താണ്? സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നും കൂടി നമ്മൾ ടൈം ടേബിളിനെ പറയുന്നുണ്ട്. സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് ആണ് ഇതിന്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈംസ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യണം. അപ്പം ഓരോ ടീച്ചേഴ്സും കറക്റ്റ് ടൈമിൽ ആ ഒരു ക്ലാസ് ഇൻചാർജ് ആയിരിക്കും. ആ ടൈം നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം.
എന്തെല്ലാം കാര്യങ്ങളാണ് ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ദ ടൈം ഓഫ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ സ്കൂൾ ഡേ. എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ, എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ഓരോ പീരീഡും എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ 11:30 ബാച്ച് ആണ് നമ്മൾ, അല്ലെ? MT8 എന്ന് പറയുന്നത് ഇതാണ്. 11:30 to 12:30 ബാച്ച് ആണ്. അപ്പോ നമ്മൾ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുടെ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യണേ. വിത്ത് യുവർ പെർമിഷൻ. ഗുഡ് മോർണിംഗ് ജോളി. വിത്ത് യുവർ പെർമിഷൻ ഞാൻ നിങ്ങളുടെ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഒരു ഹാഫ് അവർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ പോർഷൻ തീരുന്നതനുസരിച്ചിരിക്കും. അപ്പോ ഞാൻ എന്താണ് ഇവിടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മേ ബി ഒരു 1 o'clock ആകും എന്നുള്ള പെർമിഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ടൈം ഓഫ് എൻഡിങ്, അതൊരു കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ പെർമിഷൻ വാങ്ങിക്കണം. സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റി ഓഫർ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. നിങ്ങളുടെ ഈ ടൈമിൽ ഞാൻ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്, നമ്മൾ ആ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങളോട് നോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ MT8 ആണെങ്കിൽ ഞാനാണ് ക്ലാസ് ഇൻചാർജ്. ടൈം നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഏത് ടോപ്പിക് ആണ് ഇന്ന് എടുത്തത് എന്നുള്ളത് ഞാൻ അവിടെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇനിയിപ്പോ റിവിഷൻ ആണെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് റിവൈസ് ചെയ്തത് എന്നുള്ളത് അതിനെ നോട്ട് ചെയ്യണം. ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ഈസ് ടു ബി ഹാൻഡിൽഡ്. അപ്പോ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന സബ്ജക്ട് ഏതാണ്, ഏത് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. മേ ബി നമ്മൾ സെമിനാർ എടുക്കാറുണ്ട്. സോ സെമിനാർ ആണെങ്കിൽ സെമിനാറിന്റെ ടോപ്പിക് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നെയിം ഓഫ് ദ ടീച്ചർ ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. നമുക്കറിയാം ഓരോ ക്ലാസ്സിലും ടീച്ചർ ഇൻ ചാർജ് ഉണ്ട്. നമ്മളുടെ മോണ്ടിസോറിയിലെ ടീച്ചർ ഇൻ ചാർജ് എന്നുള്ളത്, നമ്മുടെ MPയില് ടീച്ചർ ഇൻ ചാർജ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ടീച്ചർ ഇൻ ചാർജ് ഇല്ല. ഓരോ ഡിവിഷനും അതിൻ്റെതായ ടീച്ചർ ഇൻ ചാർജ് സ്കൂളുകളെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ ഈച്ച് സ്റ്റാൻഡേർഡിനും ഓരോ ടീച്ചേഴ്സ് ഇൻ ചാർജ് ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പില്ല കേട്ടോ, നമ്മുടെ MPയിൽ ഇപ്പൊ അങ്ങനെ ടീച്ചർ ഇൻ ചാർജ് ഇല്ല. റൂംസ് ഇൻ ഈച്ച് ക്ലാസ് മേറ്റ്. ഓരോ ക്ലാസ്സും ഏത് ക്ലാസ് ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ക്ലാസ് എന്ന് പറയുന്നത് MT8ന്റെ ക്ലാസ് ആണ്. നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെയല്ലേ ഇത്ര നാൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? പ്രാക്ടിക്കൽ ടൈമിൽ വേറെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. കണ്ടാൽ മനസ്സിലാവോ ഞങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂം? ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മതി. ഇവിടെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരാറുണ്ട് ക്ലാസ്സുകൾ. അപ്പം എനിക്കൊന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ വേറൊരു ക്ലാസ്സിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാസ് ആണ്. എന്നാൽ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്ലാസ് വേണം. സോ അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലായിരുന്നു അന്ന് പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 50-60 ക്ലാസ്സസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു 16ഓളം ക്ലാസ്സുകളൊക്കെ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ പേരുണ്ട്. അതേപോലെ തന്നെ ഏത് ബാച്ചാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഡോറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. MT8 ഇന്ന ടൈം മുതൽ ഇന്ന ടൈം. അതേപോലെ 3-4 ബാച്ചുകൾ ഒരു ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഒരു ഡേയില്. അപ്പൊ ആ ടൈമും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് റെപ്രസെന്റിങ് ദ റെസ്റ്റ് പീരീഡ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ പീരീഡിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആരുടെ കയ്യിലുണ്ടാവും? നമ്മളുടെ ഹെഡിന്റെ കയ്യിൽ, അല്ല അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിലുണ്ടാവും. ഞങ്ങൾ എപ്പോഴാണ് ഫ്രീ പീരീഡ് ആയിട്ടിരിക്കുന്നത്, ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഏതാണ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. കാരണം ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വരികയായിരിക്കും. അപ്പോൾ ഞങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഫ്രീ പീരീഡ് ഉള്ള ടീച്ചറിനെ നോക്കിയിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. കാരണം ക്ലാസ് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെന്റ് ചെയ്യുന്ന രീതിയാണ് ഏത് ടീച്ചറാണ് ഇപ്പൊ ഫ്രീ ആയിട്ടുള്ളത് ആ ടീച്ചറിനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. കാരണം അവർക്ക് സംസാരിക്കാൻ കാര്യങ്ങളുണ്ടാവും, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സിലാണോ അല്ലയോ നോക്കിയിട്ടായിരിക്കും കോളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പറഞ്ഞത് ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. നമ്മുടെ ടൈം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ സബ്ജക്ട്സും ഓരോ ആക്ടിവിറ്റീസും അനുസരിച്ച് അതെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ടൈം ടേബിളിൽ പറയുന്നത്. ടൈം ടേബിൾ എപ്പോഴും വീക്ക്ലി ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ അതെന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Then usually timetable is prepared for week and to be repeated. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. All the works in school is carried out systematically. നമുക്കറിയാമോ സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ വർക്കൊക്കെ സിസ്റ്റമാറ്റിക്കലി ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. സോ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് സ്കൂളിനെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് ആണ് ഇതിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ നോക്കിയത് എന്തെല്ലാം കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇമേജ് പോയോ? ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നു. ക്ലിയർ അല്ല മാം. പക്ഷേ സ്ക്രീൻ കാണാം മാം, പക്ഷേ ബ്ലാക്ക് പോലെ, വൈറ്റ് സ്ക്രീൻ അതിനിടയ്ക്ക് ബ്ലാക്ക് പോലെ ഒരു എനിക്കും കാണാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ ടെസ്റ്റ് ഇല്ലേ? ഉണ്ട് മാം. ഒരു ഷേഡ് പോലെ സ്ക്രീന് കളർ പോയിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ നോക്കാൻ. ആയിട്ടുള്ളൂ. കാണുന്നുണ്ട്. ക്ലാസ് എടുക്കാം. ബ്രൈറ്റ്നെസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കേടാ, അത് കട്ട് ആവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ഞാൻ ക്ലാസ് എടുക്കാണേ. അപ്പോ കണ്ടന്റ് ഓഫ് ടൈം ടേബിളിൽ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ടൈം, സ്കൂൾ ടൈം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടാവും. ഇനി ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്, ഓരോ പീരീഡും എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഓരോ സബ്ജക്റ്റും ഓരോ പീരീഡിൽ ഏത് സബ്ജക്റ്റ് ആണ്, ഏത് ആക്ടിവിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ബേസ്ഡ് ഓൺ ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ടു ബി ഹാൻഡിൽഡ്, ഓരോ ദിവസവും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട് ഏതാണ്, ആക്ടിവിറ്റീസ് എന്താണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നെയിം ഓഫ് ദ ടീച്ചർ ഇൻ ചാർജ്, ഓരോ ഡിവിഷനും ഏതൊക്കെ ടീച്ചറാണ് ഇൻചാർജ് ആയിട്ടുള്ളത്, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സിലാണ് ഏത് ടീച്ചറാണ് ഇൻചാർജ് എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ്മേറ്റ്, ഓരോ ക്ലാസ്സിലും ഓരോ റൂമിലും ഏത് ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ ഉണ്ടാവും. ഡീറ്റെയിൽസ് റെപ്രസെന്റിംഗ് ദ റെസ്റ്റ് പീരീഡ് അല്ലാത്ത ടൈം, ഫ്രീ ആയിട്ടുള്ള ടൈമും അവിടെ നോട്ട് ചെയ്യാറുണ്ട്. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ, എ സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾ ആണ് മെയിൻ ആയിട്ട് സ്കൂളിൽ ഉണ്ടാവുക. നോക്കാം, ക്ലാസ് ടൈം ടേബിൾ. ദിസ് ഇസ് മെന്റ് ഫോർ ക്ലാസ്, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ദിസ് വിൽ ഷോ ദിസ് motivation of the subject. There should be a general timetable showing class-wise distribution of subject. ഓരോ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രീതിയിൽ എല്ലാ ക്ലാസ്സുകൾക്കും അതിൻ്റെതായ ടൈം ടേബിൾ ഉണ്ടാവും. അത് ക്ലാസ് ടൈം ടേബിൾ ആണ്. ഓരോ ക്ലാസ്സിനും ടൈം ടേബിൾ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടൈം ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മൺഡേ ഫസ്റ്റ് ആരാണ് ക്ലാസ് എടുക്കുന്നത്? ആദ്യ മിസ് ആണോ? ജിഷ മിസ്. ഓക്കെ, ജിഷ മിസ്. ട്യൂസ്ഡേ അബദ്ധ, Wednesday, I think Adra Miss, and Thursday, Ashwini Miss, Friday, Adra. Okay. നമ്മളുടെ ടൈം ടേബിൾ ആണ് പറഞ്ഞത്. ഞാൻ ഷെയർ ചെയ്യാട്ടോ, PDF പോയി. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ ആണ് ഇത് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ ടീച്ചേഴ്സിന് ടൈം ടേബിൾ ഉണ്ട്. ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ടൈം ടേബിൾ ഉണ്ട് എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ടൈം ടേബിൾ. ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ക്ലാസ് ചിലപ്പോൾ KG-യിൽ LKG-യിലായിരിക്കും, സെക്കൻഡ് ക്ലാസ് ചിലപ്പോൾ UKG-യിലായിരിക്കും. മേ ബി 2 hours ആയിരിക്കും ഒരു KG സെഷനിൽ വരുമ്പോൾ 2 hours ഒരുമിച്ച്. അത് നമ്മളുടെ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ആണ്. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് അവർ MT 13 ആയിരുന്നു, ദെൻ സെക്കൻഡ് അവർ MT 8 ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ട്യൂസ്ഡേ ടൈം ടേബിൾ 2 hour ആണ് കിടക്കുന്നത്. MT 13 ആൻഡ് MT 8 എന്ന് പറയുന്നത് 2 hour ഉണ്ട്. സോ ഓരോ ദിവസത്തെയും അതിനനുസരിച്ച് ഏതൊക്കെ ക്ലാസ് ആണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് എനിക്ക് തന്നെ പ്ലാൻ ചെയ്യണം. ഇന്ന ക്ലാസ് ഇന്ന പോർഷൻ ആണ് കവർ ചെയ്യുന്നത്, ഇന്ന പോർഷൻ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യണം, എന്ത് ആക്ടിവിറ്റീസ് കൊടുക്കണം, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ ഈ ടൈം ടേബിൾ നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കും വേണമല്ലോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഏത് പോർഷൻ കവർ ചെയ്യണം, ഏത് പോർഷൻ ആയി, മോക്ക് ടെസ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ആ ടൈം ടേബിൾ റിലേറ്റഡ് ആയിട്ട് ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. Every teacher should have a copy of his timetable of his work. നമ്മളുടെ എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിലും അവരവരുടെ ടൈം ടേബിൾ ഉണ്ടാവും. This timetable will show the class in which he is to teach in a specific period. ആ പീരീഡിൽ നമ്മൾ ഏത് ക്ലാസ് ആണ് ടീച്ച് ചെയ്യേണ്ടത്, ഏത് ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആണ് ടീച്ചേഴ്സ് ടൈം ടേബിൾ ഉണ്ടാവുന്നത്. A consolidated teachers timetable should be available with the headmasters. നമ്മളുടെ ടൈം ടേബിളിന്റെ ഒരു കോപ്പി ആരുടെ കയ്യിലുണ്ടാവും? ഹെഡ് മാസ്റ്ററുടെ കയ്യിലുണ്ടാവും. ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ടീച്ചർ ആബ്സെന്റ് ആണ്,
ആ അവരിലേക്ക് ഏത് ടീച്ചറാണ് ഫ്രീ ആയിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൺസോൾട്ടേറ്റഡ് ടൈം ടേബിൾ ആരുടെ കയ്യിലുള്ളത്, ഹെഡ് മാസ്റ്ററുടെ കയ്യിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത് ടൈം ടേബിൾ ഉണ്ട്. മേ ബി അഡ്മിനിസ്ട്രേറ്റർ ഓർ നമ്മുടെ അക്കാഡമിക് ടീമിന്റെ ഹെഡ് ആയിരിക്കും ആ ഒരു ക്ലാസ് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന ടീച്ചർ ഫ്രീ ആണ്, ആ ടീച്ചർ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. അതേപോലെ ടീച്ചിങ്ങിന്റെ ഹെഡ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്. ഓരോ ബാച്ചിന്റെയും ഇപ്പൊ HADയും XRM-നും MPTയുടെ ഹെഡുകൾ ഉണ്ട്. അപ്പൊ ഹെഡിനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ആ ടീച്ചർ ഫ്രീ ആണെങ്കിൽ ആ ടീച്ചർ ആയിരിക്കും ആ ഒരു ടൈമില് ആ വൈകിട്ട് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് ടീച്ചർ ലീവ് വരുമ്പോഴേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസ്റ്റർ ടൈം ടേബിൾ, അല്ല സോറി, ഒരു കൺസൾട്ടേറ്റഡ് ടീച്ചേഴ്സ് ടൈം ടേബിൾ ആരുടെ കയ്യിലുള്ളത്, ഹെഡ് മാസ്റ്ററുടെ കയ്യിലുള്ളത്. നമ്മൾ രണ്ട് ടൈം ടേബിൾ നോക്കി. ക്ലാസ് ടൈം ടേബിൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ് ക്ലാസ് ടൈം ടേബിൾ. ഓരോ ക്ലാസ്സും ഏത് ടീച്ചേഴ്സ് ഏത് സബ്ജക്ട് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ക്ലാസ് ടൈം ടേബിൾ വരുന്നത്. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ ടൈം ടേബിൾ ഉണ്ടാവും. നമ്മൾ ഏത് ബാച്ചിൽ ഏത് ടൈമിലാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ടൈം ടേബിൾ വരുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മാസ്റ്റേഴ്സ് ടൈം ടേബിൾ ആണ്. This is the consolidated timetable for the whole school. നമ്മുടെ ഹോൾ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ടൈം ടേബിളിനെയാണ് നമ്മൾ മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ദിസ് വിൽ ഗീവ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ വർക്ക് ഓഫ് ദ സ്കൂൾ. നമ്മൾ ആ സ്കൂളിലെ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് ഈ ഒരു മാസ്റ്റർ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഷുഡ് ബി അവൈലബിൾ വിത്ത് ഹെഡ് മാസ്റ്റർ. ആരുടെ കയ്യിലായിരിക്കും ഈ ഒരു മാസ്റ്റർ ടൈം ടേബിൾ ഉള്ളത്? ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലായിരിക്കും. It will be him who teach a particular class in a given period and what subject he teaches. ഓരോ ടീച്ചറും ഇന്ന ടീച്ചർ ഏത് ക്ലാസ്സിലാണ് എന്ന് നമുക്ക് മാസ്റ്റർ ടൈം ടേബിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ആ ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ മാസ്റ്റർ ടൈം ടേബിളിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. From this, the headmaster can know whether a teacher is having leisure or work at a particular point of time. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഹെഡ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഏത് ടീച്ചറാണ് ഫ്രീ ആയിട്ടുള്ളത് ആ ടീച്ചറിനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, ഫ്രീ ആയിട്ടുള്ള ടീച്ചർ ആരാണോ നോക്കിയിട്ടായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അത് ഈ മാസ്റ്റർ ടൈം ടേബിൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്. More to the above, it is better to prepare and maintain different timetable. ഇത് കൂടാതെ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടൈം ടേബിളും പ്രിപ്പയർ ചെയ്യാം. മെയിൻലി നമ്മൾ മൂന്നായിട്ടാണ് ടൈം ടേബിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് മെയിൻ ടൈപ്സ് എന്ന് ചോദിച്ചാൽ ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇത് കൂടാതെ നമ്മൾ ടൈം ടേബിളുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ, നമ്മൾ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ ആ സമയം എപ്പോഴാണ്. ആക്ടിവിറ്റി ടൈം ടേബിൾ, ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മോണ്ടിസോറി ആണ്. മോണ്ടിസോറി നമ്മളിപ്പോ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ, ഇന്ന് എവിടെയാണ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്, ഏത് ക്ലാസ്സിനാണ് പ്രാക്ടിക്കൽ സെഷൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പൊ MP11 ആണ് പ്രാക്ടിക്കൽ ക്ലാസ്സും കാര്യങ്ങളും പോകുന്നത്. അതേപോലെ റൂം ടൈം ടേബിൾ, ഓരോ റൂമിലും ഏത് ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഹോംവർക്ക് ടൈം ടേബിൾ, നമ്മൾ ഓരോ ബാച്ചിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു MTHന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? ഏകദേശം എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ടില്ലേ? ടീച്ചേഴ്സ് ഇപ്പൊ ആക്ടിവിറ്റീസ് ഒന്നും തരുന്നില്ലല്ലോ, കാരണം നിങ്ങൾ ഏകദേശം എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഹോംവർക്ക് ടൈം ടേബിൾ, ഞങ്ങളുടെ ഹോംവർക്ക് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ടൈം ടേബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ഏതൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഹോംവർക്കിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. ഹോംവർക്ക് ഇല്ല, ആക്ടിവിറ്റി ടൈം ടേബിൾ ആണ് നമുക്ക് MTക്ക് ഉള്ളത്. അപ്പൊ ഓരോ ആക്ടിവിറ്റീസും കൊടുത്തോ, ഇതിന്റെ ബാച്ചിന് ടിക്ക് കൊടുത്തു, നിങ്ങൾ MTക്ക് ഇന്ന ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ബാച്ചിനെ കുറിച്ച് നമ്മൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏത് ആക്ടിവിറ്റിയാണ് കൊടുക്കാത്തത്, വിട്ടു പോയതെന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു ടൈം ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന് റീഡ് ചെയ്ത് നോക്കോ, ടൈം ടേബിൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കോ. ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും.
ടൈം ടേബിൾ റീഡ് ചെയ്ത് കഴിഞ്ഞൊന്ന് മിസ്റ്റേക്ക് കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തു. നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഒന്ന് ഡെവലപ്മെന്റ് പ്രൊഫൈൽ, നെക്സ്റ്റ് ടൈം ടേബിൾ ആണ് നോക്കിയത്. ഇനി നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ റൈറ്റ് ചെയ്യും അല്ലെ? മേ ബി മെയിലായിരിക്കും അയക്കുന്നത്, എന്നാലും ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ കൊടുക്കണം അല്ലെ? നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ കൊടുക്കും. വേക്കൻസീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഫ്രം ആണ് ആദ്യം കൊടുക്കുന്നത്. നെയിം ആൻഡ് അഡ്രസ്, നമ്മുടെ നെയിമും അഡ്രസ്സും കൊടുക്കും. 2 കറസ്പോണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിമും കറസ്പോണ്ടന്റ് പേരും അഡ്രസ്സും കൊടുക്കും. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൽ എങ്ങനെയാണോ അയക്കുന്നത് അതേ രീതിയിലാണ് വന്നിരിക്കുന്നത്, എന്നാലും ലെറ്റർ ആണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് റെസ്പെക്ടഡ് സാർ ആണെങ്കിൽ സാർ, അല്ലെങ്കിൽ മാം ആണെങ്കിൽ മാഡം. I came to know there is a vacancy for the teacher's post. I apply myself for the same. My biodata is in overleaf. Being considered for the post, I will send the post. I will send the sincere and result-oriented hard work for the development of your school. ഒരു വേക്കൻസി, ടീച്ചേഴ്സിന്റെ വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഞാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാണ്. എന്റെ ബയോഡാറ്റ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ സിൻസിയർ താങ്ക്സും നമ്മുടെ ആ സ്കൂളിന്റെ ഡെവലപ്മെന്റ് വേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മൾ ആ ലെറ്റർ അയക്കുന്നത്. താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, പിന്നെ ഡേറ്റ് ആൻഡ് പ്ലേസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത് ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ സ്പെല്ലിംഗ് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ലീവ് ആപ്ലിക്കേഷൻ ആണ്. നെയിം കൊടുക്കുക, പോസ്റ്റ് ആൻഡ് കോഡ് കൊടുക്കുക, ഹെഡ് ഓഫ് ദ ലീവ് അത് കൊടുക്കാം. പിന്നെ ഡേറ്റ് ഓഫ് വിച്ച് ദ ലീവ് ഈസ് റിക്വയർഡ്, എത്ര നാളത്തേക്കാണ് വേണ്ടത്, 1 month ഓർ 1 week ആണെങ്കിൽ 1 week. റീസൺ എന്താണ് നമ്മൾ ലീവ് എടുക്കാനുള്ള കാരണം. പെർമിറ്റഡ് നമ്പർ ഓഫ് ലീവ് അണ്ടർ ദിസ് ഹെഡ്. നമുക്ക് ഒരു ജോബില് നമുക്ക് ഇത്ര ലീവ് ഉണ്ടാവില്ലേ, അപ്പൊ എത്ര നമ്പർ ആണ് ലീവ് ഉള്ളത്. ലീവ് ഓൾറെഡി ടേക്കൺ, നമ്മൾ ഇതിന് മുമ്പ് എത്ര ലീവ് എടുത്തിട്ടുണ്ട്. ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ, നമുക്ക് എത്ര ലീവ് ബാലൻസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലീവ് ആപ്ലിക്കേഷൻ ലെറ്റർ ആയിരിക്കും. നമ്മൾ സിൻസിയർ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ് നമ്മളുടെ സൈനും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലീവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർമിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേഷനും കൂടി മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാവും. ഓഫീസ് യൂസ് ആണ്. ലീവ് പെർമിറ്റഡ് ആൻഡ് നോട്ട് പെർമിറ്റഡ്, അതവിടെ നോട്ട് ചെയ്യും. ഡേറ്റ് ഓഫ് പെർമിഷൻ, ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത 50 days ഓഫ് ലീവ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന 10 days ആയിരിക്കും. ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ, നമുക്ക് 2 ടൈപ്പ് ലീവ് ഉണ്ട്. ഒന്ന് നമുക്ക് പേയ്മെന്റോട് കൂടി ലീവ്, നോൺ പേയ്മെന്റ് ലോസ് ഓഫ് പേ. നമുക്ക് പേയ്മെന്റ് ഇല്ലാത്ത ലീവ് അതെങ്ങനെയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യും. നെയിം ഓഫ് ദി സ്കൂൾ, വെദർ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഓഫ് ദ ലോസ് പേ ഇൻ അറ്റാച്ച്. ലോസ് ഓഫ് പേയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പേ ചെയ്യും. ചാനൽ ഓഫ് അപ്ലൈ ആണെങ്കിൽ അത് പറയും. ഐ വെരിഫൈ ദ ബാലൻസ് ലീവ് ആൻഡ് ഇറ്റ് ഈസ് ഡാഷ് ഡേയ്സ് ഓൺലി. നമുക്ക് ബാലൻസ് ലീവ് എത്രയും നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര ലീവ് ഉള്ളൂ എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ, നമുക്കത് സിഗ്നേച്ചർ ഉണ്ടാവും. നമ്മള് ഈ അതോറിറ്റിയുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ലീവ് സാങ്ഷൻ ആൻഡ് റെഫ്യൂസ്ഡ്, ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാങ്ഷൻ ഇത്ര നമ്പർ ഓഫ് ലീവ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിഫ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവും.
സിഗ്നേച്ചർ ഓഫ് ഡീകോഡിംഗ് അതോറിറ്റി വിത്ത് ദ നെയിം ആൻഡ് പോസ്റ്റ് സീൽ. ആ ലീവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സീലും കാര്യങ്ങളും ആ ഡീകോഡ് ചെയ്യുന്ന അതോറിറ്റിയുടെ സീലും അതിന്റെ സിഗ്നേച്ചറും കാര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് 2-3 ലെറ്റേഴ്സ് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാണെങ്കിൽ തന്നെ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നിന്നും അതേപോലെ ടൈം ടേബിളിൽ നിന്നും മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ആവണമെന്നില്ല. ആ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ നമുക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ജോബ് ആപ്ലിക്കേഷൻ ലെറ്റേഴ്സും കാര്യങ്ങളും കിട്ടും. നല്ല രീതിയിൽ നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റേഴ്സിൽ അപ്ലൈ ചെയ്യാം. കാരണം ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിലാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഉള്ളത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലെറ്റർ നല്ല പെർഫെക്റ്റ് ആക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കി ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ ജസ്റ്റ് ഞാൻ റീഡ് ചെയ്ത് വിട്ടോളൂ. അതിൽ നിന്നും ഒഴിയുന്നൊന്നും ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ അല്ലേ? ഡെവലപ്മെന്റ് പ്രൊഫൈലും ടൈം ടേബിളും ആണ് ഞാൻ ഇന്ന് എടുത്തത്. ക്ലിയർ ആയിരുന്നല്ലോ ടോപ്പിക്? യെസ് മാം. യെസ് മാം. നമുക്ക് ഇനി നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ ബാക്കിയുള്ള സെമിനാർസ് കണ്ടക്ട് ചെയ്യാം. ഡീവിയേഷൻ അല്ലേ എടുക്കാനുള്ളത്? ഏത് പോർഷൻ വരെ കിട്ടുമെന്ന് പറയാമോ? ഡീവിയേഷൻ തൊട്ടാ മാം എടുക്കാനുള്ളത്. ഡീവിയേഷൻ അതെ മാം. സെമിനാർ മാത്രമേ ഉള്ളെങ്കിൽ ഒന്ന് ലീവ് ചെയ്തോട്ടെ മാം. സെമിനാറേ ഉള്ളൂ മാം. സെമിനാർ ഉള്ളൂടാ. അപ്പൊ ഒന്ന് ലീവ് ചെയ്തോട്ടെ, തിരക്കുണ്ട്. ഓക്കെ, താങ്ക് യു മാം. പേജ് നമ്പർ 114 കേട്ടോ. ഡീവിയേഷനും സ്റ്റാർട്ട് ചെയ്തു തന്നെയാ. ഓക്കെ മാം, ഡീവിയേഷൻ പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനമാണ് വ്യതിചലനം അഥവാ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ജനനം മുതൽ 6 വയസ്സുവരെയുള്ള അവന്റെ സ്വാഭാവിക വികാസത്തിന് തടസ്സങ്ങളോ അടിച്ചമർത്തലോ കാരണം സംഭവിക്കുന്നതാണ്. കുട്ടിക്ക് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കുകയും എന്നാൽ അവന്റെ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും താല്പര്യം ലഭിക്കുകയും ആവശ്യകത നിറവേറ്റുകയും ചെയ്യുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നു. അതായത് ഒരു 4 വയസ്സായ കുട്ടി ഇപ്പൊ ബ്ലോക്സും ബിൽഡിങ്സും ഒക്കെ കൊണ്ട് കളിക്കുകയാണെന്ന് വിചാരിക്കാം. ആ ബ്ലോക്സ് എറിയാണ്. ദിസ് ബിഹേവിയർ ഈസ് എ ഡീവിയേഷൻ ഫ്രം ദയർ നോർമൽ കൺസ്ട്രക്റ്റീവ് പ്ലേ. കാരണം അതായത് ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് ഡീവിയേറ്റഡ് ആവുന്നു. അത് എന്തൊക്കെ കൊണ്ടാവാം? ഫ്രസ്ട്രേഷൻ കൊണ്ടാവാം, ലാക്ക് ഓഫ് സ്ലീപ്പ് ഉറക്കം കുറവ് കൊണ്ടാവാം, ഹങ്കർ വിശപ്പ് കൊണ്ടാവാം. ഇതൊക്കെ കാരണം അവൻ ഡീവിയേറ്റഡ് ആവാം. അതിനെ നമ്മൾക്ക് എങ്ങനെ മാറ്റിയിട്ട് ആസ് എ ടീച്ചർ, നമ്മളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ കുട്ടികളെ കാണാൻ സാധിക്കും അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ശരിയാക്കി എടുക്കാൻ നോക്കാം. റീഡയറക്ടിങ് ദ ചൈൽഡ് ടു സ്വീറ്റബിൾ ആക്ടിവിറ്റി അല്ലെ. നമ്മൾ അത് വ്യക്തതയോടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ സ്വീറ്റായി പറഞ്ഞു കൊടുക്കുക. എൻകറേജിങ് കൺസ്ട്രക്റ്റീവ് പ്ലേ ആൻഡ് പ്രൊവൈഡിങ് ഗൈഡൻസ്, നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക. മോഡലിംഗ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, അതായത് ഉചിതമായ പെരുമാറ്റം മാതൃകയാക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. മുതിർന്നവരുടെ ഇച്ഛാശക്തി മാറി മാറി വരുന്നു. മാതാപിതാക്കൾ കുട്ടിയെ സ്വന്തം വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ അനുവദിക്കാത്ത സാഹചര്യമാണ് മുതിർന്നവർ തന്റെ വ്യക്തിത്വം കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അവനെ കീഴടക്കുകയും ചെയ്യുന്നു. അതായത് ഒരു കുട്ടി ഒരു സാൻഡ് പേപ്പർ ആക്ടിവിറ്റി ചെയ്യാന്ന് വെക്കാം. അവനത് എറിയുമ്പോ എറിഞ്ഞു ഇതാണ് ഒരു ഡീവിയേഷൻ. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? അവനൊരു ബ്രേക്ക് കൊടുക്കുക, അവനൊരു സപ്പോർട്ട് കൊടുക്കുക. ഇതിലൂടെയൊക്കെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കുട്ടിക്ക് സ്നേഹവും ഉത്തേജകവുമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. അതല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വം വ്യതിചലിക്കും. കുട്ടിയുടെ കാര്യത്തിൽ വ്യതിയാനങ്ങൾ ഒരു തരത്തിലും സംഭവിക്കുന്നില്ല എന്നാണ് മോണ്ടിസറിക്ക് തോന്നിയത്. The adult imposes his personality on the child and overpower him. The child needs a loving and stimulative environment without which his personality will be deviated. Montessori felt that deviations were not in the true of the child. അല്ലെ, ഡീവിയേഷൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കുട്ടി ഇപ്പോ ഒരു പെയിന്റ്, ഒരു ബുക്കിൽ പെയിന്റ് അടിക്കുകയാണെന്ന് വിചാരിക്കാം. അവൻ എന്ത് ചെയ്യും? ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാക്കും അല്ലെ അതില്. അപ്പൊ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കി അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കാണിക്കും. അതൊരു ഡീവിയേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഒന്നിച്ച് വരയ്ക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു കുട്ടി ഇപ്പം നമ്മുടെ
ബുക്ക് വായിക്കുകയാണ്. ബുക്ക് വായിക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറെ കഥാപാത്രങ്ങളായി മാറാം. അവിടെ ആ ഡീവിയേറ്റഡ് ആയ ചിൽഡ്രനെ നമുക്ക് നല്ലൊരു വഴിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. അതായത് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് സപ്പോർട്ട്, ചൈൽഡ് ക്യാൻ റിട്ടേൺ ടു ദയർ നോർമൽ ബിഹേവിയർ ആൻഡ് കണ്ടിന്യൂ ഡെവലപ്പിംഗ് ദെയർ സ്കിൽസ് ആൻഡ് എബിലിറ്റി. താങ്ക് യു മാം. നന്നായിട്ടുണ്ട്. അടുത്തത് ഞാനാ മാം. താങ്ക് യു മാം. നന്നായിരുന്നു. ക്യാമറ എന്താ ഓൺ ചെയ്യാൻ? ഒന്നുമില്ല മാം, ചെയ്യണം വിചാരിച്ചതാ മാം, പിന്നെ ഒരു മടി, വായിക്കുമ്പോ ബുക്ക് നോക്കുമല്ലോ. അതെ, നന്നായിരുന്നു. ധന്യ. താങ്ക് യു മാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ടു ഓൾ. എൻ്റെ ടോപ്പിക് ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ ചിൽഡ്രൻ ആണ്. മറിയ മോണ്ടിസോറി 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്: നോട്ടി ചിൽഡ്രനും, വീക്ക് ചിൽഡ്രനും, ബ്രൈറ്റ് ചിൽഡ്രനും. അതില് നോട്ടി ചിൽഡ്രൻ എന്ന് വെച്ചാല് കുട്ടികൾ പൊതുവെ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുന്നവരാണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷകൾ ലഭിക്കുന്നതിന് ശക്തിയോടെ എതിർക്കും. അവർക്ക് ദേഷ്യം വരുമ്പോൾ മറ്റുള്ള കുട്ടികളെ കാലുകൊണ്ട് ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്യും. കൂടാതെ മുതിർന്നവരെ ധിക്കരിക്കുന്ന കുട്ടികളായിരിക്കും. പൊതുവെ അവർ അത്യാഗ്രഹികളും വിനാശാരികളും മറ്റു കുട്ടികളോടും എല്ലാം ക്രൂരമായി പെരുമാറുന്നവരായിരിക്കും. പിന്നെ ക്ലാസ്സിൽ തീരെ അടങ്ങി നിൽക്കാത്ത ഒരു കുട്ടികളായിരിക്കും. മറ്റുള്ള കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ പോലും ഉപദ്രവിക്കുന്ന കുട്ടികളായിരിക്കും ഇവര്. അതായത് ഈ കളിയിലും സംസാരത്തിലും എല്ലാം മുന്നിലുള്ള കുട്ടികളായിരിക്കും ഈ ക്ലാസ്സിൽ. രണ്ടാമത്തത് വീക്ക് ചിൽഡ്രൻ ആണ്. വീക്ക് ചിൽഡ്രൻ എന്ന് വെച്ചാല് ഈ കുട്ടികള് എപ്പോ നല്ല കുട്ടികളാന്ന് വിളിക്കാറുണ്ടെങ്കിൽ അവർക്ക് ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അവർ പൊതുവെ മടിയന്മാരും പുതിയ കാര്യങ്ങൾക്ക് ഭയമുള്ളവരുമാണ്. അവർ കള്ളം പറയുകയും മോഷണം നടത്തുകയും ചെയ്യും. ഇവർ പഠിക്കാൻ സാവധാനം മാത്രമേ മനസ്സിലാക്കൂ. അതായത് ഇവരെ സ്ലോ ലേണേഴ്സ് എന്നും പറയും. ശ്രദ്ധക്കുറവുണ്ടാവും ഇവർക്ക്. പിന്നെ പൊതുവെ ഒരു ആത്മവിശ്വാസ കുറവെല്ലാം ഉണ്ടാവും ഇവർക്ക്, ഈ വീക്ക് ചിൽഡ്രൻ ഉള്ള കുട്ടികൾക്ക്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ഇവർക്ക് വലിയ ഭാവനാശേഷിയും അവരുടേതായ ലോകവും ഉണ്ടായിരിക്കും. ഇവർ ഭയങ്കര കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലുള്ള കുട്ടികളായിരിക്കും. ശത്രുതാപരമായ സാഹചര്യങ്ങളെ നേരിടാതെ സ്വന്തം ഭാവനകളിൽ നിന്ന് ഒതുങ്ങിക്കൂടാൻ ഇവർ ഇഷ്ടപ്പെടും. ഇവർക്ക് അടങ്ങിയിരിക്കാൻ പ്രയാസമുണ്ടാവും. കഴിവുള്ള കുട്ടികളായിരിക്കും. എപ്പോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണായിരിക്കും. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുള്ള പോലത്തെ കുട്ടികളായിരിക്കും ബ്രൈറ്റ് ചിൽഡ്രൻ. ഓക്കെ, മനസ്സിലായിന എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. Good morning, ma'am. Good morning to all. അടുത്ത പറയുന്നത് സൈക്കിക് ബാരിയേഴ്സ് ആണ്. ഹലോ, കേക്കാവോ മാം? കേൾക്കണ്ടേ? അതിന് മുമ്പ് ഇങ്ങനെയല്ലേ എടുക്കണ്ടേ മാം? ടൈപ്പ് ഓഫ് ഡീവിയേഷൻ. പ്രസന്റ് ചെയ്യുന്നില്ലേടാ? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേക്കാവോ മാം? കേൾക്കുന്നുണ്ട്. ശ്രീകുട്ടിയല്ലേ ആദ്യം? അതെ മാം, ടൈപ്പ് ഓഫ് ഡീവിയേഷൻ. ശ്രീകുട്ടി പ്രസന്റ് ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് കൺമണി കേട്ടോ. ഹലോ മാം, കേക്കാവോ? വോയിസ് ക്ലിയർ ആണ്, പ്രസന്റ് ചെയ്തോട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡീവിയേഷൻ. ഇപ്പം ഈ ചിൽഡ്രൻസിന് ഡിഫറെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞില്ലേ. ഓരോരുത്തർക്കും നോട്ടി ചിൽഡ്രൻ ഉണ്ട്, വീക്ക് ചിൽഡ്രൻ ഉണ്ട്, ബ്രൈറ്റ് ചിൽഡ്രൻ. ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ സ്വഭാവമുള്ള കുട്ടികളിലും ഓരോ രീതിയിലായിരിക്കും പറയുന്നത് ഡീവിയേഷൻസ്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ്, എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി ഈ ഓരോ വ്യത്യസ്ത സ്വഭാവമുള്ള കുട്ടികൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും.
അങ്ങനെ വന്നു കഴിയുമ്പം അവരുടെ സ്വഭാവങ്ങൾ, അതായത് നെഗറ്റീവ് സ്വഭാവങ്ങളെല്ലാം മാറും. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. ഒരു സെൽഫ് കൺട്രോൾ അവിടെ ഉണ്ടാവും. അതായത് അനുസരണശീലം വർദ്ധിക്കും. പിന്നെ അത് സമപ്രായക്കാരുമായിട്ടുള്ള മറ്റുള്ള കുട്ടികളോട് ബഹുമാനം കൊടുക്കണം. അതായത് അവർക്കും ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യാനും ഒരു ബഹുമാനവും അനുസരണശീലമുള്ളവരും പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ കുട്ടി വളർന്നു വരുവാണ് ചെയ്യുന്നത്. അത് അവരുടെ പൂർണ്ണമായിട്ട് അവരിലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളെല്ലാം തന്നെ മാറുകയാണ് ചെയ്യുന്നത് ഈ മോണ്ടിസോറി എൻവിറോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതോടുകൂടി. പിന്നെ ഡീവിയേഷൻ്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സൈക്കിക് ഫേഗ്. സൈക്കിക് ഫേഗ് എന്ന് പറയുന്നത് ഇത് ഇറ്റാലിയൻ വേർഡ് റൺ എവേ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഫേഗ് എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. ഇത് സൈക്കിക് ഫോഗിൽ മെയിനായിട്ടും പറയുന്നത് കുട്ടികളുടെ മനസ്സ് എപ്പോഴും ഒരു ഫാൻറ്റസി വേൾഡായിരിക്കും. ഇതൊരു സ്വപ്ന ലോകത്ത് മനസ്സെപ്പോഴും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയും. റിയൽ എൻവിറോൺമെൻറ്റിനെ കാട്ടിലും അപ്പുറത്തൊരു ഫാൻറ്റസി വേൾഡിലായിരിക്കും. ഈ ഡീവിയേഷനിൽ അതായത് കുട്ടി ഡീവിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് രീതിയിൽ. ഒന്നെന്ന് പറയുന്നത് കുട്ടിയുടെ മനസ്സ്, അതായത് അവർക്ക് റിയൽ വേൾഡും ഫാൻറ്റസി വേൾഡിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ഉള്ള രീതിയിൽ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മളൊരു വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ കളിക്കാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫാൻറ്റസി വേൾഡ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണെങ്കിലാണ് കുട്ടി ഡീവിയേറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇത് സോൾവ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ ഫാൻറ്റസി വേൾഡ് എന്നുള്ള ഈ സ്വഭാവം മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ക്വസ്റ്റ്യൻ ചെയ്തോളൂ നമ്മൾ. എനിക്ക് പറയാനുള്ളത് സൈക്കിക് ബാരിയേഴ്സ് ആണ്. സൈക്കിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മാനസിക തടസ്സങ്ങൾ. അതായത് ഒരു കുട്ടി തനിക്കും ലോകത്തിനും ഇടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതായത് അവന്റെ ആ റിയൽ വേൾഡും അവനും തമ്മിൽ തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെ സൈക്കിക് ബാരിയർ എന്ന് പറയുന്നു. കുട്ടി റിയൽ വേൾഡിൽ അവന് ട്രീറ്റ് ചെയ്യുന്ന ആ വേ അവന് ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് അവൻ വേഗം ഫാന്റസി വേൾഡിലേക്ക് പോകും. അവനെ അവിടെ ആരും റിജക്റ്റ് ചെയ്യുന്നില്ല, അതാണ് അവന്റെ റിയൽ വേൾഡ് എന്ന് വിചാരിക്കും. അവിടെ ആവുമ്പോൾ റിജക്ഷൻസ് ഇല്ല, പരാതികളും ഇല്ല, വഴക്ക് പറയാൻ ആരുമില്ല എന്ന് വിചാരിക്കും. കറക്റ്റ് ടൈമിൽ ഹെൽപ്പ് കിട്ടാത്ത വശം അവന്റെ പേഴ്സണാലിറ്റി നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് സൈക്കിക് ബാരിയർ. മൂന്നാമത്തത് അറ്റാച്ച്മെന്റ്. പറഞ്ഞോട്ടെ മാം? ഹലോ, അമ്മമാരാണ് കുട്ടികളെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യിക്കുന്നത്. അമ്മമാർ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു കാര്യം പോലും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കില്ല. ഇത് കൂടുതലായിട്ട് കുട്ടിയെ അമ്മയിലേക്ക് അടുപ്പിക്കും. കുട്ടികളുടെ പേരൻസിനോട് നല്ല അനുസരണയുള്ളവരായിരിക്കും. അവരുടെ എല്ലാ കാര്യത്തിനും ചെറുപ്പം മുതൽ നമ്മൾ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ അവരെ പേരൻസ് സമ്മതിക്കത്തില്ല. എല്ലാ കാര്യത്തിനും ഈ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണ്ടി വരും. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പെൺകുട്ടികളെ കൊണ്ട് ഓരോ ജോലികളൊക്കെ ചെയ്യിപ്പിക്കും. ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. പെൺകുട്ടികൾ നമ്മളിപ്പോ തൂക്കുക, പാത്രം കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പണ്ടത്തെ കാലത്ത് ഇപ്പൊ കുട്ടിയെ കൊണ്ട് ഇപ്പൊ ആൺകുട്ടികളും ചെയ്യാറുണ്ട്, പെൺകുട്ടികളും ചെയ്യാറുണ്ട്. അതായത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെറുപ്പം മുതൽ ഓരോ ആക്ടിവിറ്റീസ്, ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക. എന്നാൽ മാത്രമേ അവർക്ക് ഫുൾ ഫ്രീഡം കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ടീച്ചർമാർ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുക, സ്വന്തമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും ലൈഫ് ആക്ടിവിറ്റീസ് ആണ് അവരെ ഈ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾക്ക് വേണ്ടത്. കൂടുതലായിട്ടും നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ലൈഫ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ മാം? നെക്സ്റ്റ് ആരാണ് അറ്റാച്ച്മെന്റ് പ്രോസസ് ചെയ്യുന്നത്?
അനീഷ. ഇല്ല. നെക്സ്റ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ആ ആളെടുക്കുന്നില്ലേ, ഞാൻ എടുക്കട്ടെ? ആരെടുത്തു? ഫാത്തിമ എടുത്തു. പിന്നെ ഇത് പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു കരുത്തനായ കുട്ടി വളരെ ആവശ്യപ്പെടുന്നവനാണ്. എല്ലാ കാര്യങ്ങളും അവൻ ആവശ്യപ്പെടും. ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കളിപ്പാട്ടോ എങ്ങനെ എന്തായാലും അത് ആവശ്യപ്പെടും. പക്ഷെ അവ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവന് അത് ആവശ്യം ഉണ്ടാവില്ല. അത് കാണുന്ന സമയത്തുള്ള കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഉത്തേജനത്തിന്റെയോ സ്നേഹത്തിന്റെയോ അഭാവത്തിൽ ഉള്ള ഒന്നാണ്. കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അവൻ ഭൗതികവാദിയാകാൻ സാധ്യതയുണ്ട്. പിന്നെ അധ്യാപിക സ്നേഹവും കരുതലും ഉള്ളവളായിരിക്കണം. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളോട് എന്താ പറയാ, സ്നേഹിക്കുകയും വേണം, അവരെ നല്ല നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും വേണം. എല്ലാ കുട്ടികൾക്കും ഊഷ്മളതയും സ്നേഹവും പ്രസരിപ്പിക്കണം. എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് കാണണം. പിന്നെ അധ്യാപിക കുട്ടിയുടെ ഊർജം ക്ലാസ് മുറിയിലെ വസ്തുക്കളിലേക്ക് നയിക്കണം. കുട്ടി വസ്തുക്കളുമായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ക്രമേണ ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യും. കാലക്രമേണ ഈ വ്യതിയാനം അപ്രത്യക്ഷമാവുകയും ചെയ്യും. കുട്ടി മുതിർന്നവരെ അനുകരിക്കുന്നു. കുട്ടികളെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കൊടുത്താൽ അത് അനുകരിക്കാൻ ശ്രമിക്കും. നമ്മളൊരു വോയിസിൽ സംസാരിക്കുകയാണെങ്കിൽ അതേപോലെ അവരുടെ അടുത്തു നിന്നും വോയിസിൽ സംസാരിക്കും. അവരും നമ്മൾ എന്താണോ പറയുന്നത് അത് തിരിച്ചവര് ചെയ്യാന് ആഗ്രഹിക്കുന്നവരാണ് അവര്. പിന്നെ മുതിർന്നയാൾ കുട്ടിയുടെ ജീവിതത്തിൽ വളരെ ആധികാരികതയുള്ള വ്യക്തിയാണെങ്കിലും കുട്ടിയും ശക്തനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികൾ എന്താ ചെയ്യാ, നമ്മളെയും കണ്ടിട്ടാണ് എന്തൊരു കാര്യവും ചെയ്യാന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണ് കുട്ടിയുടെ അടുത്ത് നിന്നും കിട്ടുക. പിന്നെ കുട്ടി ശക്തമായ ഒരു വ്യക്തിത്വം വികസിപ്പിക്കുകയും മുതിർന്നവരുടെ വ്യക്തിത്വം പകർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ ശാഠ്യക്കാരനും ആക്രമണകാരിയും യുക്തിരഹിതനും പരുഷനുമാകാം. അതായത് അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ദേഷ്യം, വാശി, പിന്നെ എന്താ പറയാ, പരുഷ സ്വഭാവം എന്ന് പറയുമല്ലോ, അത് എല്ലാം അവർക്ക് കിട്ടാം. ദുർബലനായ കുട്ടി മുതിർന്നവരിൽ കുറ്റബോധം തോന്നിപ്പിക്കുകയും അവരുടെ മുഖം മൂടി, നെടുവീർപ്പ്, ഞാൻ ചെറുതാണ്, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്ന വാക്കുകൾ ഉപയോഗിച്ച് മുതിർന്നവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതായത് നമ്മളിപ്പോ കുട്ടികളോട് പറയും, നീ ചെറുതല്ല, നിനക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നിനക്കത് പറ്റില്ല, കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് അവര് പിന്നീട് ആ വാക്കുകൾ നമ്മളോട് പറയും. എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറഞ്ഞാൽ അവര് പറയും, ഞാൻ കുട്ടിയാണ്, അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന അതൊക്കെ അവര് പഠിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പോലും നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടെ നഫല. ഓക്കെ മാം, നെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടോ. മസ്രീഫ മാം കേൾക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ മാം? സ്റ്റാർട്ട് ചെയ്തോട്ടെ, ഞാൻ പിൻ ചെയ്യാനേ. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ടോപ്പിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഫിയർ ആണ്. അപ്പം ടൈപ്സ് ഓഫ് ഡീവിയേഷന്റെ 4 ടൈപ്സ് ബാക്കിയുള്ളവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു മിനിറ്റ് മാം. പ്രസന്റ് ചെയ്യല്ലേ? സോറി മാം, കോള് വന്നതായിരുന്നു. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നിനും കൊള്ളില്ല, തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്തയാണ്. മെയിൻലി ഇത് നമ്മ കുട്ടികളിൽ ഉണ്ടാകുന്നത്, നമ്മ ഒരു കുട്ടീനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്
അത് ഉണ്ടാവുന്നത്. ഇഫ് വി കമ്പയർ അവർ ചൈൽഡ് ടു അനദർ ദേ വിൽ തിങ്ക് ദേ ആർ ഗുഡ് ഫോർ നത്തിങ്. അവർ വിചാരിക്കും ഞാൻ ഒന്നിനും കൊള്ളില്ല. അത് അങ്ങനെ അവര് ചിന്തിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് കുട്ടികളെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അത് നിനക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് പിന്നെ അത് ചെയ്യാം, നിന്നെ കൊണ്ട് പറ്റുന്നുള്ള കോൺഫിഡൻസ് നമ്മ കുട്ടികളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത കുട്ടികളിൽ ഉണ്ടാവില്ല. they will lose their hope and do nothing and will not find their skill. നമ്മ അവരോട് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അവർ വിചാരിക്കും അവർക്കൊന്നും പറ്റില്ല. അവരിൽ ചിലപ്പം പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയാണെങ്കിൽ അവരിൽ ചിലപ്പം വേറെന്തൊക്കെയോ സ്കിൽ ഉണ്ടാവും. ഇതുപോലെ നമ്മൾ അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കിയാൽ അവരുടെ സ്കില്ലും അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. എ ചൈൽഡ് വിത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വിൽ ഓൾവേസ് ബി ഷൈ ആൻഡ് അവരെന്താക്കും, അവരെപ്പോഴും ഒരു ഷൈ ടൈപ്പ് ആയിരിക്കും. ഇൻഫിനിറ്റി കോംപ്ലക്സ് ഉള്ള കുട്ടികൾ ഷൈ ആയിട്ട് സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അവര് ഒന്നിനും മുമ്പോട്ട് വരില്ല. പിന്നെ അവർക്ക് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ചെയ്യാൻ, അതായത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഈവൻ അഫയേഴ്സ് ആയാലും എന്തായാലും അവർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരെ ലൈഫിൽ വരുന്ന ചലഞ്ചസ് ഒന്നും ആക്സെപ്റ്റ് ആക്കില്ല. അവർ ഫസ്റ്റ് ജഡ്ജ് ചെയ്യും അവർക്കത് പറ്റില്ല എന്ന്. അവരെന്ത് ചെയ്യും, ഫസ്റ്റ് അവരെന്നെ ജഡ്ജ് ചെയ്യും, നമുക്കത് പറ്റില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇത് അവരെ മനസ്സിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ചലഞ്ചസ് വന്നാല് അവർ വിചാരിക്കും അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് അവർ തേർഡ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ തേർഡ് ഒരു തേർഡ് ആയിട്ടുള്ള ഒരു കമന്റ് അവര് ആക്സെപ്റ്റ് ചെയ്യും. ഇത് ചേഞ്ച് ആക്കാൻ നമുക്ക് ടീച്ചേഴ്സിന് അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ നമുക്കത് ചേഞ്ച് ആക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ട് സെറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്റ്റാൻഡേർഡ്, അതായത് ലോ സ്റ്റാൻഡേർഡ് മീൻസ് സ്റ്റാൻഡേർഡ് ലോ അല്ല, കുട്ടികളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കുന്നത്. ഇന്നലെ തമന്ന ദിശ മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പം എക്സാം ഒക്കെ വെച്ചിട്ടുണ്ട്, അത് കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ ആണെന്ന്. അതുപോലെ ഹൈ ആയിട്ട് സ്റ്റാൻഡേർഡ് വെക്കാൻ പാടില്ല. കുട്ടികൾക്ക് ഓക്കെ, കുട്ടികൾ എക്സാമിൽ ഫെയിൽ ആവുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സാംസ് ഒക്കെ വെച്ചിട്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. അതൊക്കെ വെക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. പിന്നെ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒരു കുട്ടിയിൽ ഹൈ എക്സ്പെക്ടേഷൻ വെക്കാൻ പാടില്ല. ചിലപ്പം ആ കുട്ടിക്ക് ഒരു ദിവസം ഇറ്റ്സ് നോട്ട് ദെയർ ഡേ, അവളുടെ ഡേ ആയിരിക്കില്ല ചിലപ്പോൾ അന്ന്. അതുകൊണ്ട് അന്ന് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ച് നമ്മ ആ കുട്ടികളെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കോൺഫിഡൻസ് മൊത്തമായിട്ട് ഇല്ലാതാവും. നമ്മ കുട്ടികൾ എന്ത് ചെയ്താലും അത് റെസ്പെക്ട് ചെയ്യണം. മീൻസ് ബാഡ് ആയിട്ട് എന്ത് ചെയ്താലും റെസ്പെക്ട് ചെയ്യണം എന്നല്ല. അവരിപ്പോ ഒരു ചെറിയൊരു ഫ്ലവർ ആണ് വരച്ച് നമുക്ക് കാണിക്കുന്നുള്ളതെങ്കിൽ നമ്മളത് കാണണം, അത് അവരെ റെസ്പെക്ട് ചെയ്യണം. നമുക്കത് ചിലപ്പം നമ്മ ബിസിയുള്ള ടൈമിലായിരിക്കും കുട്ടികൾ നമുക്കത് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ആ ഒരു ചെറിയൊരു ഫ്ലവർ ആയിരിക്കും, നമുക്കത് ചെറിയ ഫ്ലവർ ആണ്, പക്ഷെ അവരെ മനസ്സിൽ ആ ഫ്ലവർ എന്ന് പറയുന്നത് അവർക്കൊരു ഹിമാലയം കീഴടക്കിയ പോലെ ആയിരിക്കും അവർക്ക്. അത് നമ്മൾ എന്താക്കണം, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതൊരിക്കലും നമ്മൾ ഇതാക്കാൻ പാടില്ല. അവർക്ക് തെറ്റ് പറ്റിയാൽ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്താണോ ഇപ്പൊ ആ കുട്ടികൾക്ക് ആ ഫ്ലവറിൽ ഒരു തെറ്റുണ്ട്, അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് നല്ല രീതിയിൽ, നീ അത് വരച്ചത് ശരി തന്നെ, പക്ഷെ അത് ഇങ്ങനെ ആക്കിയാൽ നല്ലതായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് കുട്ടികൾ നല്ല രീതിയിൽ എടുക്കും. കുട്ടികളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഇല്ലാതാവും. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയിക്കോട്ടെ മാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിയർ. അഡൽട്സ് കുട്ടികളുടെ മനസ്സിൽ ചില ടൈമിൽ നമ്മൾ എന്താക്കും, ഇപ്പൊ ഫുഡ് കഴിക്കുന്നില്ല, ഒരു കുട്ടി ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ പറയും അത് അവര് വരും, ഇവര് വരും, പ്രേതം വരും, ഭൂതം വരും എന്നൊക്കെ പറഞ്ഞ് നമ്മ കുട്ടികൾക്ക് ആ ഫുഡ് കൊടുക്കും. പക്ഷെ കുട്ടികൾ ഫുഡ് കഴിക്കുന്നത് ആ പ്രേതത്തിനെ പേടിച്ചിട്ടാണ്. അവർക്ക് ആ ഫുഡ് വേണം എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല, അതിനെ പേടിച്ചു കൊണ്ടാണ് കുട്ടികൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ആ കുട്ടി ഫുഡ് കഴിച്ചത് കൊണ്ട് ഒരു ഉപകാരമില്ല. കുഞ്ഞി ചില സമയത്ത് അതില്ലാതിരിക്കുമ്പോൾ ഫുഡ് കഴിക്കില്ല. നമ്മൾ കുട്ടികൾക്ക് ഫുഡിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തു വേണം ഫുഡ് കൊടുക്കാൻ. അല്ലാതെ ഒരു ഫിയർ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികൾക്ക് ഫുഡ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ എന്ത് പറയും, ഞാനൊക്കെ ചെറുതിലുണ്ടാകുമ്പം എൻ്റെ അമ്മൂമ്മന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാല്
അപ്സ്റ്റെയറിലേക്ക് നമുക്ക് ഇപ്പം പോകാൻ പേടിയാ. കാരണം നമ്മളോട് പണ്ട് പറയലുണ്ട് അപ്സ്റ്റെയറിൽ പ്രേതമുണ്ട്. നമ്മ പോകുമ്പോ അവരെന്താക്കും ഇങ്ങനെ അനങ്ങുന്ന പോലെ എല്ലാവരും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കുന്ന പോലെ ആക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പേടിയാ അത് അവിടെ മേലെ പോകാനൊക്കെ, അപ്സ്റ്റെയറിലേക്ക് പോകാനൊക്കെ നമുക്ക് ഇപ്പം പേടിയുണ്ട്. അപ്പൊ ആ ഫിയർ ഒക്കെ നമ്മളെ മനസ്സിൽ ചെറുതെല്ലാമുണ്ടായ ഫിയർ ചിലപ്പം അഡൽട്സ് ആയി കഴിഞ്ഞാലും ആ കുട്ടികളുടെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ആ ഫിയേഴ്സ്. പിന്നെ നമ്മൾ ചെറുതിൽ നമ്മ പഠിച്ചതായിരുന്നു നീലി കല്യങ്കാട്ട് നീലി എന്നുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെറുതില് സീരിയൽസ് ഒക്കെ നോക്കിയിട്ട് കല്യങ്കാട്ട് നീലി എന്ന ക്യാരക്ടർ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ഇത് ലോക എന്ന ഫിലിം ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. അവര് കല്യങ്കാട്ട് നീലി എന്നുള്ളതൊരു കോമഡി ക്യാരക്ടർ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. കാരണം അവരുടെ മനസ്സിൽ അതൊരു ഫിയർ അല്ല, അവർക്ക് അതൊരു ഫിയർ ആയിട്ടല്ല കാണുന്നത്. നമുക്ക് പക്ഷെ അതൊരു ഫിയർ ആണ്. ഇൻസ്റ്റാല് റീൽസ് ഒക്കെ കാണുമ്പോൾ പറയും അത് ഉമ്മ നീലി വന്നു. പക്ഷെ പണ്ട് നമുക്കതൊരു ചെറിയൊരു ഷോർട്സ് ആണെങ്കിലും കടമറ്റത്ത് കത്തനാറൊക്കെ കണ്ടിട്ട് കല്യങ്കാട്ട് നീലി എന്നുള്ളത് ഒരു ഫിയർ ആണ്. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് അത് ഫിയർ അല്ല. അതായത് നമ്മ ഏതൊരു കാര്യത്തെയും കുട്ടികൾക്ക് ഫിയർ ഇല്ലാതെ കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു പ്രേതത്തിനെ ആണെങ്കിലും അത് ഫിയർ ഇല്ലാതെ കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് കുട്ടികൾക്ക് അതൊരു ഇതായിട്ട് മനസ്സിലായത്. ഓക്കെ മാം, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ടോപ്പിക്ക് പറയട്ടെ മാം. ഹലോ, കേൾക്കുന്നില്ലേടാ? മാം അങ്ങോട്ടോ പോയി. കേൾക്കുന്നുണ്ട്, മാം അങ്ങോട്ട് പോയില്ലോ. കഴിഞ്ഞു. പന്ത്രണ്ട് 40 കംപ്ലീറ്റ് ആയോ? സെമിനാർ കംപ്ലീറ്റ് ആയോ? ലൈസും കൂടി ലൈസ് ആരാണ്? സുമയ പ്രസന്റ് ചെയ്തോട്ടെ ലൈസ്. ഓക്കെ, ഏഴാമത്തെ ലൈസ് ആണ്. ലൈസ് പ്രധാനമായിട്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഡിഫൻസ് ലൈസ് ആണ്. ചിൽഡ്രൻ റെഫേഴ്സ് ടു ഹാവിംഗ് ഡൺ സംതിങ് ടു മേക്ക് ദ അഡൽട്ട് ഓർ ലൈ ബൈ സേയിങ് ഹി ഹാസ് ഡൺ സംതിങ് വെൻ ഹി ഹാസ് നോട്ട്. ദ ചൈൽഡ് അഫ്രൈഡ് ഓഫ് ഹൗ ദ ചൈൽഡ് വിൽ റിയാക്ട് ടു ദി സിറ്റുവേഷൻ. ഇവിടെ പറയുന്നത് കുട്ടികൾ കള്ളം പറയുന്നത് ടു എസ്കേപ്പ് പണിഷ്മെന്റ് ഓർ അഡൽട്ട് റിയാക്ഷൻ. പണിഷ്മെന്റിൽ നിന്നോ മുതിർന്നവർ പറയുന്ന വഴക്ക് പറയുന്നതിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കള്ളങ്ങളാണ്. അതായത് ഇപ്പൊ ഹോംവർക്ക് ചെയ്യാതെ ചെയ്തു എന്ന് പറയുന്നത് അവര് ആ പണിഷ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവർ വഴക്ക് പറയുന്നുള്ള രീതിയിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കള്ളമാണ്. ഇവിടെ കുട്ടി ചെയ്തില്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവര് എന്ത് ചെയ്യും എന്നുള്ള പേടി കാരണം പറയുന്ന കള്ളമാണ് ഇവിടെ ഡിഫൻസ് ലൈസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സോഷ്യൽ ലൈസ് ആണ്. ഇതിനെ നമുക്ക് വൈറ്റ് ലൈസ്, അതായത് ലിറ്റിൽ വൈറ്റ് ലൈസ് എന്നും പറയുന്നുണ്ട്. അത് വെള്ളപൂശി സംസാരിക്കുക എന്നൊക്കെ പറയും മലയാളത്തില്. ചിൽഡ്രൻ ടേക്ക് അപ്പ് ദിസ് ഫ്രം ദ എൻവയോൺമെന്റ്, നോർമലി ഫ്രം ആൻ അഡൽട്ട്. ചിൽഡ്രൻ ആർ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. ഇതില് ഈ കള്ളം പറയുന്നത് അവന്റെ ചുറ്റുപാടിൽ നിന്ന് പഠിക്കുന്നതാണ്. അതായത് സത്യം പറഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമമാകുമോ എന്ന തോന്നലിൽ പറയുന്ന കള്ളമാണ്. എക്സാമ്പിള്, കുട്ടി ഒരു ഫുഡ് കഴിച്ചു, ഫുഡ് അവന് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും അവൻ പറയും എന്താ, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവരുടെ ആ പൊളൈറ്റ്നെസ് കൊണ്ട് പറയുന്ന കള്ളമാണ് സോഷ്യൽ ലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഫാന്റസി ലൈസ് ആണ്. ഫാന്റസി ലൈസിൽ പറയുന്നത് ദ ചിൽഡ്രൻ വിൽ ബി ഏബിൾ ടു ടെൽ ആൻ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി to shock or interest the adult. This is their way to cry for attention or to fit it with the group. Children always have one better story than the next. ഫാന്റസി ലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറീസോ ഇൻട്രസ്റ്റിംഗ് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ മറ്റു കുട്ടികളോട് പറയുന്നത് കാരണം മറ്റുള്ള കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതില് ഫാന്റസി ലൈസിൽ പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അതിനൊരു ഉദാഹരണം പറയാം. ഐ സാ എ ഫ്ലൈയിങ് കാർ യെസ്റ്റർഡേ എന്നൊക്കെ മറ്റു കുട്ടികളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി പറയുന്ന കള്ളങ്ങളാണ് ഫാന്റസി ലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് സ്പിരിച്വൽ ലൈസ് ആണ്.
ഇതിൽ പറയുന്നത് കുട്ടികൾ അവരുടെ ചൈൽഡ്ഹുഡ് തുടങ്ങി അഡൽഹുഡിലും കണ്ടിന്യൂ ചെയ്യുന്ന കള്ളമാണ്. ഇത് കുട്ടിയുടെ ട്രൂ സെൽഫിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പിന്നെ പൊളൈറ്റ് ആയിട്ട് അവർ ആക്ട് ചെയ്യുകയും വീട്ടിൽ റൂഡായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് ഈ പോയിന്റിൽ പറയുന്നത്, സ്പിരിച്വൽ ലൈഫിൽ പറയുന്നത്. കൺക്ലൂഷനായിട്ട് നമുക്ക് ചിൽഡ്രൻ ലൈ ബിക്കോസ് ഓഫ് ഫിയർ, പൊളൈറ്റ്നസ്, അറ്റൻഷൻ സീക്കിംഗ് ആൻഡ് ഹൈഡിങ് ദെയർ ട്രൂ നേച്ചർ എന്ന് പറയാം. താങ്ക് യു മാം. അപ്പോ സെമിനാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ സെമിനാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ എല്ലാവർക്കും ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഫ്രൈഡേ മേ ബി ഞാനൊരു ഹാഫ് അവറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും കേട്ടോ. അവരത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് മേ ബി ഞാനൊരു ഹാഫ് അവർ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മാം ആ പിക്ചർ കാർഡ് ഒന്ന് കാണിച്ചോട്ടോ, പിക്ചർ കാർഡ് കാണിച്ചോടാം. എന്റെയും കാണിച്ചോട്ടെ മാം, ചാപ്റ്റർ ചെയ്തത്. ഓക്കേടാ, അമ്മ കാണിച്ചോട്ടെ. പിക്ചർ കാർഡ് നന്നായിട്ടുണ്ട് ആൽഫബറ്റ്സിന്റെ. ഓക്കേടാ, കുഴപ്പമില്ല കേട്ടോ. മാം ഞാൻ കാണിക്കട്ടെ. ഓക്കെ, സിന്ധു കാണാൻ പറ്റുന്നുണ്ട്. ഫാത്തിമ പ്രസന്റ് ചെയ്തോട്ടെ. ക്യാമറ ഓൺ ആണ്. ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്തോട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണാം. 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. മോക്ക് ടെസ്റ്റ് കിട്ടാനുള്ളത് ഇനി യൂണിറ്റ് 1-ന്റെയും പിക്സ് ഷേപ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് അത് ഈ വീക്കിൽ തന്നെ തരാം കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വൈവി അറ്റൻഡ് ചെയ്യുമ്പോ ആബ്സെന്റ് ആണെങ്കിൽ മ്യൂട്ട് ചെയ്യൂ എല്ലാവരും. വൈവി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ആ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. എന്റെ ഫ്രണ്ടിന് വൈവി ഇടുമ്പോ ആ വൈവിയുടെ ടൈമിൽ നമുക്ക് നിങ്ങൾ കയറിയാൽ മതി. മനസ്സിലായോ? എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ജ്യോതിക്ക് കയറാൻ പറ്റുന്നില്ല. ജ്യോതിയുടെ ടൈം ആർക്ക് കൊടുക്കുന്നു? കൺമണിക്ക് കൊടുക്കുന്നു. കൺമണിക്ക് സ്റ്റോപ്പ് എടുത്ത സമയത്ത് ജ്യോതി ആ വൈവ അറ്റൻഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യാട്ടെ. നമുക്ക് അങ്ങനെ വൈവ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ചേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് ആരാണോ വൈവ എടുക്കുന്നത് ആ ടീച്ചറിനോട് പറയാം, മിസ്സേ ഞാൻ എന്റെ കുട്ടിക്ക് പകരമാണ് കയറുന്നത്. നിങ്ങളുടെ ഫുൾ നെയിമും എന്താ പറയാ SSLC നെയിമും നോട്ട് ചെയ്യുന്നതായിരിക്കും ടീച്ചർ. വൈവേന്റെ മാർക്ക് എപ്പോ തരും മിസ്സേ? വൈവേന്റെ മാർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇനി മേ ബി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ മെയിൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ ട്ടോ. താങ്ക് യു മാം. മാം പൊല്യൂഷന്റെ കാർഡ് കാണിക്കണ്ടേ? എന്താണ്? പൊല്യൂഷന്റെ വരയ്ക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, മിസ്സിന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തില്ലേടാ? ഇല്ല. പ്രസന്റ് ചെയ്തോട്ടോ. ഒറ്റ മിനിറ്റ് മാം. ഓക്കേടാ മാം, ഞാൻ ആതിര മാമിന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് പ്രസന്റ് ചെയ്യണമെന്നില്ല. മാം ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഞാൻ വെച്ച സ്ഥലം ഒന്ന് മാറിപ്പോയി, എവിടെ കാണുന്നില്ല. ഫ്രൈഡേ പ്രസന്റ് ചെയ്താൽ മതി. താങ്ക് യു ട്ടോ. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു മാം.